മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനും ആൽക്കഹോളിൽ നിന്ന് തന്നെയാണ്, ബൈ ഡീഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കഹോൾസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് ബൈ ഫ്രം ഓക്സിഡേഷനാണ്, ആൽക്കഹോളിൻ്റെ ഓക്സിഡേഷനാണ് 3 ഓക്സിഡൈസിങ് ഏജന്റ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതാണ് ആൽക്കഹോളിൽ നിന്ന് തന്നെ ബൈ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ. അപ്പോൾ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കഹോൾ. അപ്പോൾ ഡീഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? -H2 അല്ലേ, ഹൈഡ്രജൻ റിമൂവ് ചെയ്യുക. അതും അതെ ഒരു ടൈപ്പ് ഓക്സിഡേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡീഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഓക്സിഡേഷൻ. ഇനി എങ്ങനെയാണ്? ബൈ പാസിംഗ് ആൽക്കഹോൾ വേപ്പേഴ്സ് ഓവർ റെഡ് ഹോട്ട് കോപ്പർ ട്യൂബ്. റെഡ് ഹോട്ട് കോപ്പർ ട്യൂബിലൂടെ ആൽക്കഹോൾ വേപ്പേഴ്സ് പാസ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ റിയാക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ ആൽഡിഹൈഡ് ഫോം ചെയ്യും, സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ കീറ്റോൺസ് ഫോം ചെയ്യും, ടെർഷ്യറി ആൽക്കഹോൾസ് ആണെങ്കിൽ ഇഫക്റ്റ് ഇല്ല, അവിടെ ആൽക്കീൻസ് ആണ് ഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം പ്രൈമറി ആൽക്കഹോൾ. ഇതൊരു പ്രൈമറി ആൽക്കഹോൾ ആണ്. ഇതിൻ്റെ ഡീഹൈഡ്രോജനേഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടുന്നും ഉള്ള ഓരോ ഹൈഡ്രജൻ റിമൂവ് ചെയ്യും. അപ്പോൾ എന്താ ഫോം ചെയ്യുക? CH3 C ഡബിൾ ബോണ്ട് OH. ഇത് ഏതാ കോമ്പൗണ്ട്? അസറ്റോൺ ഫോം ചെയ്തു, അല്ലെങ്കിൽ എന്താണ് എത്തനോൺ ഫോം ചെയ്തു, അസറ്റോൺ. ഓക്കെ, എത്തനാൽ കേട്ടോ, അസറ്റോൺ അല്ല, എത്തനാൽ ഫോം ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? 2 കാർബണുള്ള ആൽഡിഹൈഡ്, അപ്പോൾ എത്തനാൽ. ഇനി ഇതിൽ സെക്കൻഡറി ആൽക്കഹോൾ ആണ്. അപ്പോൾ സെക്കൻഡറി ആൽക്കഹോൾ ആകുമ്പോൾ CH3 CHOH CH3. ഇതൊരു സെക്കൻഡറി ആൽക്കഹോൾ ആണ്. കോപ്പർ ഇങ്ങനെ ആരോയിൽ എന്താവും കാണിച്ചിട്ടുണ്ടാവുക? കോപ്പർ ഹീറ്റ് അങ്ങനെയാണ് കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് റെഡ് ഹോട്ട് കോപ്പർ ട്യൂബിലൂടെ പാസ് ചെയ്യുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ കോപ്പർ ആണെങ്കിൽ അവിടെ എന്തുണ്ട്? ഡീഹൈഡ്രോജനേഷൻ നടക്കും, ഇവിടുത്തെയും ഹൈഡ്രജൻ റിമൂവ് ചെയ്യും. അപ്പോൾ ഫോം ചെയ്യണത് എന്താണ്? അസറ്റോൺ. CH3 C ഡബിൾ ബോണ്ട് OCH3 അസറ്റോൺ ഫോം ചെയ്തു. അപ്പോൾ ഇവിടെയും എന്താണ്? ഡീഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കഹോൾ. ഡീഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓക്സിഡേഷൻ തന്നെയാണ്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യണത്? ആൽക്കഹോൾ വേപ്പേഴ്സിനെ റെഡ് ഹോട്ട് ട്യൂബിലൂടെ പാസ് ചെയ്യിക്കുക. പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ ആൽഡിഹൈഡ്, സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ കീറ്റോൺ ഫോം ചെയ്തു. അപ്പോൾ അതിനുള്ള 2 എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.